കുലസ്ത്രീ, ചന്തപ്പെണ്ണുങ്ങൾ എന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് നടി റീമ കല്ലിങ്കൽ. സിനിമയിൽ ഡയലോഗ് എഴുതുന്നവർ ഇപ്പോൾ WCCയെ പേടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് നടന്ന സൂര്യ ഫെസ്റ്റിവലിൽ സംസാരിക്കവേ നടി റീമ കല്ലിങ്കൽ പറഞ്ഞു. തങ്ങളെ കുലസ്ത്രീ, ചന്തപ്പെണ്ണുങ്ങൾ എന്ന് വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത്ര വലുതായ ഒരു മൂവി ഇൻഡസ്ട്രിക്ക് നടപ്പിലാക്കേണ്ടതായ ഒരു മാനുവൽ ഇല്ലെന്നുള്ളതാണ് സത്യം. അത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് WCC എന്നും റീമ കല്ലിങ്കൽ വ്യക്തമാക്കി. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച എന്നെ അമ്പരപ്പിച്ചു. ഞങ്ങൾ അശുദ്ധകളായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത്. അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഇതിന് സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളായി പിന്നീട് സമൂഹത്തിൽ പുരുഷനുള്ള സ്പേസ് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല തുടങ്ങി വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. വിവാഹത്തിന് ശേഷം സ്വപ്നങ്ങളുടെ പിറകെ പായാം എന്ന് പെൺകുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരം ഇതെല്ലാം തന്നെ അമ്പരപ്പിച്ചിട്ടേ ഉള്ളൂവെന്നും റീമ പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ ഇന്നും മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെടുന്നുവെന്നും റീമ അഭിപ്രായപ്പെട്ടു. വനിതാ മതിലിൽ പങ്കെടുത്ത് വീട്ടിൽ കയറി വരുന്ന ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, എന്നാൽ ഇനി നീ പോയൊരു ചായ എടുക്കാൻ. കേരളത്തിലെ നവോത്ഥാനം എവിടെ എത്തി നിൽക്കുന്നുവെന്നതാണ് അത് സൂചിപ്പിക്കുന്നതെന്നും റീമ പരിഹസിച്ചു. 1960കളിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെ പശ്ചാത്തലത്തിൽ ലോകമാകെ മുഴങ്ങിക്കേട്ട സ്വകാര്യമായതെന്തോ അത് രാഷ്ട്രീയം എന്നുള്ളത് പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണമെന്നും റീമ പറഞ്ഞു. ചന്തപ്പെണ്ണ്, കുലസ്ത്രീ എന്നൊക്കെയുള്ള വിളിപ്പേരുകൾ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന് സമാനമായി തോന്നിയിട്ടുള്ളൂവെന്നും എന്തിനും മുന്നോട്ടിറങ്ങി വരുന്ന വിഭാഗത്തിന് കേൾക്കേണ്ടി വരുന്ന സ്ഥിരം പഴിയാണിതെന്നും റീമ വ്യക്തമാക്കുന്നു. ചന്തപ്പെണ്ണെന്ന് വിളിക്കുന്നതിനെ വാഴ്ത്തലോ സ്തുതിവാക്കോ ആയാണ് എടുക്കുന്നതെന്നും റീമ തിരിച്ചു പരിഹസിച്ചത് വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ്. ജാതി പറഞ്ഞു വിളിക്കുന്നതിന് സമാനമായി അത്തരം വിളികൾ കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളൂവെന്നും അത് കോംപ്ലിമെന്റ് ആയാണ് സ്ത്രീ എന്ന നിലയിൽ ഞാൻ എടുക്കുന്നത്. ഏതൊരു കാര്യത്തിനും മുന്നോട്ടിറങ്ങുന്ന മെനക്കെട്ട് പണിയെടുക്കുന്ന സ്ത്രീകൾ പൊതുവെ കേൾക്കുന്ന പഴിയാണിത്. അതിനാൽ വിഷമം തോന്നുന്നില്ലെന്നും റീമ പറയുന്നു. WCCയുടെ വരും വർഷത്തിലെ പദ്ധതികളെക്കുറിച്ചും താരം സൂചിപ്പിച്ചു. തിരക്കഥ എഴുതുമ്പോൾ WCCക്കോ ഓക്കെ ആണോ എന്ന് നോക്കണമല്ലോ എന്ന് സുഡാനി ഫ്രം നൈജീരിയ തിരക്കഥാകൃത്ത് മുഹ്സിൻ പരാരി ഒരിക്കൽ തന്നോട് പറയുകയുണ്ടായെന്നും റീമ സൂചിപ്പിച്ചു. ഫിലിം ഫെസ്റ്റിവലും അവാർഡ് നിശ്ചയം അടുത്തുതന്നെ തുടങ്ങുമെന്നും നടി വ്യക്തമാക്കി. സിനിമയിലെ വനിതാ പ്രവർത്തകരിൽ മികച്ചു നിൽക്കുന്നവർക്കുള്ള അവാർഡുകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും റീമ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. you